Welcome back to our English classroom. Today we are going to discuss The Little Girl and the Umbrella. മുട്ടത്തുവർക്കി എഴുതിയ ഒരു കുടയും കുഞ്ഞിപ്പെങ്ങളും എന്നുള്ള മലയാളം നോവലിൻ്റെ ഒരു ട്രാൻസ്ലേഷനാണിത്. ദ ലിറ്റിൽ ഗേൾ ആൻഡ് ദ അംബ്രല്ല. അതിൻ്റെ ഫസ്റ്റ് പോർഷൻ എ ഗേൾ ഇൻ ദ റെയിൻ. നമുക്കൊന്ന് വായിച്ചു നോക്കാം. Now let's read the opening chapter of the famous novel ഒരു കുടയും കുഞ്ഞിപ്പെങ്ങളും by മുട്ടത്തുവർക്കി and see if the rights of the little girl and her brother were violated or not. Okay. എന്താണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത് നോക്കാം. The sky was cloudy. A cold breeze was blowing languidly. The trees on both sides of the country road were swaying gently in the wind. Lily, it is going to rain. You go with Gracie, Baby said, pointing to the girl from the Poomangalam family. They are rich neighbors. What about you? Lily asked him. I'll run. Baby started running. The raindrops started falling. 1, 2, 4. The rain quickened. ഫസ്റ്റ് പേജിലുള്ള ഒരു ഡിസ്ക്രിപ്ഷനാണ് നമ്മൾ വായിച്ചത്, അല്ലെങ്കിൽ ആ റീഡിങ് പാസേജിൻ്റെ ബിഗിനിങ് ആണ് നമ്മൾ വായിച്ചത്. നമ്മൾക്ക് ഫോട്ടോയിൽ കാണാം, പിക്ചറിൽ കാണാം. എ ഗേൾ ആൻഡ് എ ബോയ് ആർ walking. Okay, they are walking on the road. റോഡിലൂടെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അവർ തമ്മിലുള്ള ഒരു ചെറിയ കോൺവെർസേഷനും അതിൽ കൊടുത്തിരിക്കുന്നു. The sky was cloudy. A cold breeze was blowing languidly. The trees on both sides of the country road were swaying gently in the wind. സ്കൈ എങ്ങനെയാണെന്ന് പറഞ്ഞിരിക്കുന്നു. Sky was cloudy. A cold breeze was blowing languidly. Languidly ഒരു ന്യൂ വേർഡാണ്, ഒന്ന് അണ്ടർലൈൻ ചെയ്യുക. അതിൻ്റെ മീനിങ് ഒന്ന് ഡിക്ഷണറി നോക്കി നിങ്ങൾ കണ്ടുപിടിക്കണം. ലാംഗ്വേഡ്ലി എന്നുള്ള വേർഡിൻ്റെ മീനിങ് എന്താണെന്ന് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ ഗ്ലോസറി കൊടുത്തിട്ടുണ്ട്. അവിടെ ഒന്ന് നിങ്ങളൊന്ന് ടേൺ ചെയ്ത് ആ വേർഡിൻ്റെ മീനിങ് ഒന്ന് കണ്ടുപിടിച്ചിട്ട് നോട്ട്ബുക്കിലേക്ക് എഴുതി വെക്കണം. The trees on both sides of the country road were swaying gently in the wind. Trees on both sides of the country road. അവരെന്ത് ചെയ്യുന്നുണ്ട്? ട്രീസ് ബോത്ത് സൈഡ്സിലുള്ള ട്രീസ് എന്ത് ചെയ്യുന്നു? വർ സ്വേയിങ് ജെൻ്റ്ലി ഇൻ ദ വിൻഡ്. സ്വേയിങ് ജെൻ്റ്ലി ഇൻ ദ വിൻഡ്. കാറ്റത്ത് ചെറുതായിട്ട് ആടുന്നുണ്ട് അല്ലേ? സ്വേയിങ് ജെൻ്റ്ലി ഇൻ ദ വിൻഡ്. ലിലി, ഇറ്റ് ഈസ് ഗോയിങ് ടു റെയിൻ. എന്ത് പെയ്യാൻ പോവാണ്? മഴ പെയ്യാൻ പോവാണ്. ഇറ്റ് ഈസ് ഗോയിങ് ടു റെയിൻ. യു ഗോ വിത്ത് ഗ്രേസി, Baby said, pointing to the girl from the Poomangalam family. They are rich neighbors. അപ്പോൾ ബേബിയാണ് പറയുന്നത്. എന്താണ് പറയുന്നത് ബേബി? ലിലിയോടാണ് പറയുന്നത്. ലിലി, ഇറ്റ് ഈസ് ഗോയിങ് ടു റെയിൻ. യു ഗോ വിത്ത് ഗ്രേസി. ആരുടെ കൂടെ പോകാനാണ് പറയുന്നത്? യു ഗോ വിത്ത് ഗ്രേസി. ഇനി ഗ്രേസി ആരാന്ന് പറഞ്ഞിരിക്കുന്നു അവിടെ. Baby said, pointing to the girl from the Poomangalam family. They are rich neighbors. So baby said to Lily to go with Gracie, and Gracie belongs to the family of Poomangalam. They are rich neighbors. അവരുടെ പണക്കാരനായ നൈബറാണ്. What about you? Lily asked him. നീ എങ്ങനെയാ? What about you? I'll run. Baby started running. The raindrops started falling. 1, 2, 4. The rain quickened. സ്പീഡായി ഇപ്പോൾ റെയിൻ അല്ലേ? അപ്പോൾ ഒരു മഴയുടെ തുടക്കം അവിടെ പറഞ്ഞിരിക്കുന്നത് നല്ല ഭംഗിയായിട്ട് ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നു. നന്നായിട്ട് ഒന്നുകൂടി ആ ഭാഗം വായിച്ചു നോക്കുക, ആ ചിത്രം നോക്കുക. നിങ്ങൾക്ക് ആ ഒരു പിന്നെ അതിൻ്റെ ഒരു സാഹചര്യമൊക്കെ മനസ്സിൽ വന്നിട്ടുണ്ടാവും അല്ലേ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ അവിടെ പറഞ്ഞിരിക്കുന്നു. ലിലി, യു ഗോ വിത്ത് ഗ്രേസി, ബേബി സെഡ്. വൈ ഡിഡ് ബേബി സേ സോ? എന്തുകൊണ്ടായിരിക്കാം ബേബി അങ്ങനെ പറഞ്ഞത്? ലിലി, യു ഗോ വിത്ത് ഗ്രേസി, ബേബി സെഡ്. വൈ ഡിഡ് ബേബി സേ സോ? അതിൻ്റെ റീസൺ തൊട്ട് മുന്നേ പറഞ്ഞിരിക്കുന്നത് ഇസ് ഗോയിങ് ടു റെയിൻ അല്ലേ? അപ്പോൾ ഗ്രേസിയുടെ കൂടെ പോകാനും പറഞ്ഞു. മെയിനായിട്ടുള്ള കാരണം മഴ വരുന്നു. എന്തുകൊണ്ടാണ് ഗ്രേസിയുടെ കൂടെ പോകാൻ പറഞ്ഞത്? എന്ത് വേണം മഴയത്ത്? നമ്മുടെ പാഠത്തിൻ്റെ പേരെന്താ? ദ ലിറ്റിൽ ഗേൾ ആൻഡ് ദ അംബ്രല്ല. അപ്പോൾ എന്തായിരിക്കാം റീസൺ? ഒന്ന് ആലോചിച്ച് നോക്കൂ. ക്യാൻ യു ഐഡൻറ്റിഫൈ ദ ക്യാരക്ടേഴ്സ് ഓഫ് ദി സ്റ്റോറി? ലില്ലി, ബേബി ആൻഡ് ഗ്രേസി. ഓക്കെ. Can we fix the relation between them? Lily is the sister of baby. അവർ ബ്രദർ ആൻഡ് സിസ്റ്റർ ആണല്ലേ. ആൻഡ് ഹു ഈസ് ഗ്രേസി? Gracie is their
neighbor. Okay, and they are going to school. സ്കൂളിലേക്ക് പോവാണ് അവർ. They are on the way to school. സ്കൂളിലേക്ക് പോകുന്ന വഴിയിലാണ്. Okay, and it is going to rain. They are going to school. നെക്സ്റ്റ് പാരഗ്രാഫ് എന്താ, നെക്സ്റ്റ് പേജ് നോക്കാം. The rain. Lily also ran holding her slate and books against her chest. എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് നോക്കിയിരിക്കുക, ലൈൻ ബൈ ലൈനായിട്ട് വായിക്കുന്നത് നോക്കി ഒപ്പം വായിച്ചു നോക്കുക കേട്ടോ. പേജ് നമ്പർ 72. Lily also ran holding her slate and books against her chest. She felt the rain lashing her face. She placed the slate over her book. Even if the raindrops fell on the slate, nothing would happen. It would not get spoiled. Gracie, can I too? Lily begged and tried to get in under Gracie's umbrella. But Gracie moved away from Lily. Gracie's neat clothes were made of fine silk, but Lily was clad in quite old and torn clothes. Lily also ran holding her slate and books against her chest. ലില്ലി മോഡാണ്. ലില്ലി ഓൾസോ റാൻ, ബേബി ഓടിയ കാര്യം നേരത്തെ പറഞ്ഞു. ലില്ലി ഓൾസോ റാൻ ഹോൾഡിങ് ഹെർ സ്ലേറ്റ് ആൻഡ് ബുക്സ് അഗെയിൻസ്റ്റ് ഹെർ ചെസ്റ്റ്. ഹോൾഡിങ് പിടിച്ചിരിക്കുന്നു. എന്ത്? ഹെർ സ്ലേറ്റ് ആൻഡ് ബുക്സ് അഗെയിൻസ്റ്റ് ഹെർ ചെസ്റ്റ്, ചെസ്റ്റിനോട് ചേർത്ത് വെച്ചിരിക്കുക. അഗെയിൻസ്റ്റ് ഹെർ ചെസ്റ്റ്. ഷീ ഫെൽറ്റ് ദ റെയിൻ ലാഷിങ് ഹെർ ഫേസ്. ഓക്കെ, ഇപ്പോൾ ഫീൽ ചെയ്യുന്നുണ്ട്. എന്താണ് ഫീൽ ചെയ്യുന്നത്? അവളുടെ മുഖത്ത് മഴത്തുള്ളികൾ വന്ന് വീഴുന്നത്. ഷീ ഫെൽറ്റ് the rain lashing her face. She placed the slate over her book. എവിടെയാണ് ഇപ്പം സ്ലേറ്റ് വെച്ചിരിക്കുന്നത്? ഷീ പ്ലേസ്ഡ് ദ സ്ലേറ്റ് ഓവർ ഹെർ ബുക്ക്. ബുക്കിനെ പുറത്ത് വയ്ക്കാൻ ഒരു റീസണും പറയുന്നുണ്ട്. ഈവൻ ഇഫ് ദ റെയിൻ ഡ്രോപ്സ് ഫെൽ ഓൺ ദ സ്ലേറ്റ് നത്തിങ് വുഡ് ഹാപ്പൻ. ഒന്നും സംഭവിക്കില്ല. നത്തിങ് വുഡ് ഹാപ്പൻ, ഒന്നും സംഭവിക്കില്ല. എങ്ങനെയാണെങ്കിൽ? ഈവൻ ഇഫ് ദ റെയിൻ ഡ്രോപ്സ് ഫെൽ ഓൺ ദ സ്ലേറ്റ്, സ്ലേറ്റിൻ്റെ പുറത്ത് റെയിൻ ഡ്രോപ്സ് വീഴുകയാണെങ്കിൽ നത്തിങ് വുഡ് ഹാപ്പൻ. ഈവൻ ഇഫ് ദ റെയിൻ ഡ്രോപ്സ് ഫെൽ ഓൺ ദ സ്ലേറ്റ് നത്തിങ് വുഡ് ഹാപ്പൻ. ഇറ്റ് വുഡ് നോട്ട് ഗെറ്റ് സ്പോയിൽഡ്. സ്പോയിൽഡ് എന്ന് പറഞ്ഞാൽ നശിച്ചു പോവുക. ഇറ്റ് വുഡ് നോട്ട് ഗെറ്റ്, സ്പോയിലായി പോവോ? ഇല്ല. ഇറ്റ് വുഡ് നോട്ട് ഗെറ്റ് സ്പോയിൽഡ് അല്ലേ? റെയിൻ ഡ്രോപ്സ് സ്ലേറ്റിൻ്റെ പുറത്ത് വീണാൽ ഫെൽ ഓൺ ദ സ്ലേറ്റ് നത്തിങ് വുഡ് ഹാപ്പൻ. ഇറ്റ് വുഡ് നോട്ട് ഗെറ്റ് സ്പോയിൽഡ്. നന്നായിട്ട് വായിച്ച് നോക്കണേ. നിർത്തി 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 വായിക്കണം. എന്തിനാണ്? നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാവാൻ, ആ വേർഡ്സൊക്കെ നമ്മുടെ മനസ്സിലേക്ക് വരാൻ, ആ ഒരു സ്ട്രക്ചറും അതിൻ്റെ ഒരു ഫ്രേസും സ്ട്രക്ചറും അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അതൊക്കെ നമ്മുടെ മനസ്സിലേക്ക് ഉറച്ച് നന്നായിട്ട് നമുക്ക് നമ്മുടെ ലാംഗ്വേജ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നിർത്തി നിർത്തി പറയുന്നത്. അപ്പോൾ നന്നായിട്ട് വായിച്ച് നോക്കാം. ഗ്രേസി, ക്യാൻ ഐ ടു? ലിലി ബെഗ്ഡ്, യാചിക്കുകയാണ്. ലിലി ബെഗ്ഡ് ആൻഡ് ട്രൈ ടു ഗെറ്റ് ഇൻ അണ്ടർ ഗ്രേസീസ് അംബ്രല്ല. ശ്രമിച്ചു. ട്രൈഡ്, എന്തിനാണ് ശ്രമിച്ചത്? ട്രൈഡ് ടു ഗെറ്റ് ഇൻ അണ്ടർ ഗ്രേസീസ് അംബ്രല്ല. ബട്ട് ഗ്രേസി മൂവ്ഡ് അവേ ഫ്രം ലില്ലി. പക്ഷേ ഗ്രേസിയോ? ചിത്രം നോക്കിക്കേ. മൂവ്ഡ് അവേ ഫ്രം ലില്ലി, ലില്ലിൽ നിന്ന് മാറിപ്പോവാണ്. മൂവ്ഡ് അവേ ഫ്രം ലില്ലി. ഗ്രേസീസ് നീറ്റ് ക്ലോത്ത്സ് വർ മെയ്ഡ് ഓഫ് ഫൈൻ സിൽക്ക്, ബട്ട് ലില്ലി വാസ് ക്ലാഡ് ഇൻ ക്വൈറ്റ് ഓൾഡ് ആൻഡ് ടോൺ ക്ലോത്ത്സ്. എങ്ങനെയാണ് നമ്മുടെ ഗ്രേസിയുടെ ക്ലോത്ത്സ്? എങ്ങനെയാണ്? ഗ്രേസീസ് നീറ്റ് ക്ലോത്ത്സ്. സോ ഗ്രേസീസ് ക്ലോത്ത്സ് വേർ neat. Gracie's neat clothes were made of fine silk. But Lily was clad. Clad means ധരിച്ചിരിക്കുന്നു. Lily was clad. എങ്ങനെയുള്ള ഡ്രസ്സിൽ? How does it? Lily was clad in quite old and torn clothes. Old ആണ്, torn ആണ്, കീറിയ ഡ്രസ്സിലാണ് നമ്മുടെ ലില്ലി. ഓക്കെ, നെക്സ്റ്റ് പേജിൽ. Gracie, please, Lily begged again. Go away, girl. I won't let you in under my umbrella, Gracie said stubbornly. Go away, girl. I won't let you in under my umbrella, Gracie said stubbornly. Underline the word stubbornly. Lily could not control her tears. She wept bitterly. The rain also was quite cruel to her. It came down heavily on her. Lily ran on and on, thoroughly wet. Heavy drops of rain fell on her face like pebbles falling from the sky. Muddy water ran against her little feet.
Gracie, please, Lily begged again. വീണ്ടും യാചിക്കാൻ Lily begged again. Go away, girl. I won't let you in under my umbrella. Gracie said stubbornly. ഒരു മാറ്റവും ഇല്ലാണ്ട് stubbornly. മുഖത്തെ ആ ഭാവം ഒന്നും മാറ്റാതെ തന്നെ ഗ്രേസി പറയാണ് ഗോ away, girl. I won't let you in under my umbrella. ഞാൻ നിന്നെ അനുവദിക്കത്തില്ല. I won't let you എന്ന് പറഞ്ഞാൽ ഞാൻ നിന്നെ അനുവദിക്കത്തില്ല. I won't let you in under my umbrella. ഗ്രേസി സെഡ് stubbornly. stubbornly അണ്ടർലൈൻ ചെയ്യാം. അതിൻ്റെ മീനിങ് നിങ്ങൾ ഗ്ലോസറിയിൽ നോക്കി എഴുതുകയും ചെയ്യണം. ഓക്കെ. ലിലി കുഡ് നോട്ട് കൺട്രോൾ ഹെർ ടിയേഴ്സ്. ഷീ വെപ്റ്റ് ബിറ്റർലി. കരഞ്ഞു. വെപ്റ്റ് കരഞ്ഞു. ബിറ്റർലി കൈപ്പോടെ വളരെ സങ്കടത്തോടെ കരയാണ്. ലിലി കുഡ് നോട്ട് കൺട്രോൾ ഹെർ ടിയേഴ്സ്. ഷീ വെപ്റ്റ് ബിറ്റർലി. ദ റെയിൻ ഓൾസോ വാസ് ക്വൈറ്റ് ക്രൂവൽ ടു ഹെർ. ഇറ്റ് കെയിം ഡൗൺ ഹെവിലി ഓൺ ഹെർ. ഇപ്പം എങ്ങനെയാണ് മഴ പെയ്യണത്? ഹെവി റെയിൻ ആണല്ലേ. ഇറ്റ് കെയിം ഡൗൺ ഹെവിലി ഓൺ ഹെർ. ലിലി റാൻ ഓൺ ആൻഡ് ഓൺ തരോലി വെറ്റ്. നനഞ്ഞിരിക്കുക, ആകെ നനഞ്ഞിരിക്കുക. തരോലി വെറ്റ്. അങ്ങനെയാണ് ലിലി ഓടുന്നത്. ലിലി റാൻ ഓൺ ആൻഡ് ഓൺ തരോലി വെറ്റ്. ഹെവി ഡ്രോപ്സ് ഓഫ് റെയിൻ ഫെൽ ഓൺ ഹെർ ഫേസ് ലൈക്ക് പെബിൾസ് ഫാളിങ് ഫ്രം ദ സ്കൈ. എന്തുപോലെയാണ് വെള്ളം വീഴുന്നത്? ഇപ്പോൾ മഴത്തുള്ളികൾ വീഴുന്നത്. ഹെവി റെയിൻ ഡ്രോപ്സ് of rain fell on her face like pebbles falling from the sky. സ്കൈയിൽ നിന്ന് വലിയ പെബിൾസ് ഇല്ലേ, കല്ലുകൾ വീഴുന്നത് പോലെയാണ്. മഡി വാട്ടർ റാൻ അഗെയിൻസ്റ്റ് ഹർ ലിറ്റിൽ ഫീറ്റ്. മഡി വാട്ടർ ചെളിവെള്ളം റാൻ അഗെയിൻസ്റ്റ് ഹർ ലിറ്റിൽ ഫീറ്റ്. ദർ ആർ ടു ക്വസ്റ്റ്യൻസ്. ഈസ് ഇറ്റ് ജസ്റ്റ് എ ഡ്രിസിൽ ഓർ എ ഹെവി ഡൗൺ പോർ? ചെറിയൊരു ചാറ്റമഴയാണോ അതോ ഹെവി റെയിൻ ആണോ? എന്താണ്? ഹൗ ഡസ് ദ ഓതർ ഡിസ്ക്രൈബ് റെയിൻ ഇൻ ദിസ് പാസേജ്? ഈ പാസേജിൽ എങ്ങനെയാണ് മഴയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്? എന്തുപോലെ വീഴുന്നു എന്നാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞു. ഒന്നുകൂടി വായിച്ചു നോക്കിയിട്ട് ആൻസർ കണ്ടെത്തണം. ഓക്കെ. ആൻസർ മുഴുവൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വായിക്കില്ല. സോ നമ്മുടെ ആവശ്യം ടെക്സ്റ്റ് ബുക്ക് നിങ്ങൾ വായിക്കണം എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ആൻസർ കണ്ടെത്താനായിട്ട് 2-3 പ്രാവശ്യം ഒന്ന് വായിച്ചു നോക്കുക. ഫൈൻഡ് ഔട്ട് ദ ആൻസർ ആൻഡ് റൈറ്റ് ഇറ്റ് ഇൻ യുവർ നോട്ട് ബുക്ക്. ഓക്കെ. തേർഡ് ക്വസ്റ്റ്യൻ. വൈ ഡിഡ് ലിലി വീപ്പ് ബിറ്റർലി? എന്തുകൊണ്ടാണ് കരഞ്ഞത്? വൈ ഡിഡ് ലിലി വീപ്പ് ബിറ്റർലി? ഗ്രേസി എന്ത് ഷെയർ ചെയ്തില്ല? എഴുതി നോക്കണം നിങ്ങൾ. മിസ്റ്റേക്സ് ഉണ്ടാവും, ധാരാളം മിസ്റ്റേക്സ് ഉണ്ടാവും അല്ലേ? പക്ഷേ ട്രൈ ചെയ്യുക. ഓക്കെ. അപ്പോൾ നമ്മൾ 3 ക്വസ്റ്റ്യൻസ് പറഞ്ഞു. ഈ ഒരു ഫസ്റ്റ് പാരഗ്രാഫ് നമ്മൾ ഫസ്റ്റ് അല്ല, ഒരു പാരഗ്രാഫ് അല്ല 2 പാരഗ്രാഫ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ അത് നന്നായിട്ട് വായിച്ചു നോക്കുക. ബൈ.